ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിയെ വീഡിയോസൊന്നും കാണാതെ ആകുമ്പോൾ ആ വഴി അങ്ങ് പോയോന്ന് ആരും ചിന്തിക്കരുത് കേട്ടോ. നമുക്ക് തിരക്കുകളും മറ്റു കാര്യങ്ങളും ഒക്കെ വരുമ്പോൾ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തീർക്കണമെന്ന് ഭയങ്കര ഒരു ഉറച്ച വാശി വരുമ്പോൾ അപ്പോൾ അങ്ങനെ നീക്കി വെക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും നമ്മൾ നീക്കി വെക്കും അല്ലേ. അത്രയൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് വരുമ്പോൾ അതിങ്ങനെ നീക്കി വെക്കും, അതെന്തായാലും ചെയ്യണം തോന്നിയിട്ട്. അങ്ങനെ എടുത്തു വെച്ചിട്ടുള്ള ഒരു കണ്ടന്റിനെ പറ്റി പറയാനാണ് ഞാനിന്ന് വന്നിട്ടുള്ളത്. അതിന് ആദ്യം തന്നെ പറയേണ്ടത് മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞിട്ട് ഒരു സിനിമ ഇറങ്ങിയിരുന്നു കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ്. ഉർവശിയും അർച്ചന കവിയും കേന്ദ്ര കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള ഒരു ഫിലിമാണ്. എത്രത്തോളം അത് തിയേറ്റർ വിജയമായിരുന്നു എന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എൻ്റെ കുറച്ച് ചെറുപ്രായത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു സിനിമയാണത്. ആ പടത്തിൽ വ്യക്തമായിട്ട് കാണിക്കുന്ന ഒരു തരം റിലേഷൻഷിപ്പിനെ പറ്റി പറയാനാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളെല്ലാവരും നമ്മുടെ ജീവിതത്തിലെ ടീനേജ് എന്നുള്ള ഒരു പ്രായത്തിലേക്ക് കിടക്കുമ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വരും അല്ലേ. അതിലിപ്പോൾ നമ്മുടെ തീരുമാനങ്ങൾക്ക്, ഇഷ്ടങ്ങൾക്ക്, സ്വപ്നങ്ങൾക്ക്, അങ്ങനെ എല്ലാ കാര്യത്തിലും മാറ്റം വരും. അപ്പോൾ ഇതെല്ലാം ആദ്യം പ്രതിഫലിപ്പിക്കുക നമ്മളെ മിക്കവാറും വീട്ടിലുള്ളവരോടുള്ള നമ്മുടെ പെരുമാറ്റത്തിലായിരിക്കും. അതിൽ ഏറ്റവും കൂടുതൽ എഫക്റ്റ് ആവാൻ പോകുന്നത് മിക്കവാറും അമ്മമാർ തന്നെയായിരിക്കും. ഏറ്റവും കൂടുതൽ എതിർക്കുന്നതും ദേഷ്യം കാണിക്കുന്നതും വാശി പിടിക്കുന്നതും തെറ്റി നടക്കുന്നതും എല്ലാം മിക്കവാറും അമ്മമാരോടായിരിക്കും. കൂട്ടത്തിൽ അച്ഛന്മാരോടോ സഹോദരങ്ങളോടോ എല്ലാവരോടും ഈ ഒരു പ്രശ്നം വരും. നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്നത് നമ്മളെ സുഹൃത്തുക്കളോടും അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഒരേ വൈബ് എന്നൊക്കെ നമുക്ക് തോന്നിപ്പിക്കുന്ന തരം ആൾക്കാരോടുമായിരിക്കും. പക്ഷെ ഇതിന്റെ പ്രശ്നം എവിടെയായിരിക്കുന്നതെന്ന് വെച്ചാൽ ടീനേജ് എന്ന് പറയുന്നത് ഒരു ഫ്ലക്ച്വേഷൻ ടൈമാണ്. വളരെ കുട്ടിത്തത്തോടെ ഒന്നും ചിന്തിക്കേണ്ടാത്തൊരു പ്രായത്തിൽ നിന്ന് നമുക്ക് സ്വന്തം ജീവിതത്തിലെ തീരുമാനങ്ങൾ സ്വയം എടുക്കേണ്ടതായിട്ടുള്ള ഒരു പ്രായത്തിലേക്ക് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന തരത്തിൽ അനുഭവങ്ങളിലൂടെയും ഹോർമോണൽ ചേഞ്ചസിലൂടെയും നമ്മൾ ഫിസിക്കലിയും മെന്റലിയും എല്ലാം മാറേണ്ടി വരുന്ന ആ ഒരു ഫ്ലക്ച്വേഷൻ കാലഘട്ടമാണ് നമുക്ക് ടീനേജിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കാലഘട്ടത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്കെല്ലാം ഈ ഒരു ഫ്ലക്ച്വേഷൻ ഉണ്ടാവും എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നവും. നമുക്ക് പലപ്പോഴും ശരിയായി തോന്നുന്ന പല കാര്യങ്ങളും പിന്നീട് ആലോചിക്കുമ്പോൾ തെറ്റായി പോകുന്ന കാര്യങ്ങളായിരിക്കാം. ആ കൂട്ടത്തിൽ പെടുന്നതാണ് സൗഹൃദങ്ങളിൽ അല്ലെങ്കിൽ പ്രണയത്തിൽ അല്ലെങ്കിൽ മറ്റു ബന്ധങ്ങളിൽ എല്ലാം നമ്മൾ ചെന്നെത്തുന്നതും. പലതും നല്ലതായിരിക്കാം, പലതും നമ്മളെ യൂട്ടിലൈസ് ചെയ്യുന്ന തരത്തിലുമായിരിക്കാം. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കാതെ വരുമ്പോഴാണ് മിക്കവാറും പിള്ളേർ ഈ ഒരു ടൈമിലാണ് ഡ്രഗ്സിന്റെ പിന്നാലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഒരു എന്താ പറയുക ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഭയങ്കര ടോർച്ചറിങ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൽ എത്തിപ്പെടുന്നത്. എല്ലാതും ഈ ഒരു കാലഘട്ടത്തിൽ സംഭവിക്കുന്നതാണ്. പക്ഷെ ഇതിനേക്കാൾ എല്ലാം ബുദ്ധിമുട്ടായിട്ട് ആരും കൂടുതൽ അറിയാത്ത ഒരു ഏരിയ ഉണ്ട്. ഒരു എക്സ്ട്രാ റിലേഷൻഷിപ്പ് സ്ട്രേഞ്ചറായിട്ട് കടന്നു വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതിനെപ്പറ്റി പറയുമ്പോഴാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള മമ്മി ആൻഡ് മീ എന്നുള്ള ഒരു ഫിലിമിനെ പറ്റി പറയുന്നത്. അതിൽ ഈ പറഞ്ഞതുപോലെ അർച്ചന കവി അവതരിപ്പിച്ചിരിക്കുന്ന കഥാപാത്രം ഇതുപോലെ ഒരു ടീനേജിങ് ടൈമിലുള്ളതാണ്. ഭയങ്കര വാശിയും ദേഷ്യവും കുടുംബത്തിനോട് മൊത്തം ഒരു പുച്ഛമൊക്കെ നിലനിൽക്കുന്ന കാലഘട്ടത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് അവിചാരിതമായിട്ട് അവർക്കൊരു സ്ട്രേഞ്ചർ ഫ്രണ്ടിനെ ലഭിക്കുന്നത്. സുരേഷ് ഗോപിയാണ് അതിൽ ആ ഒരു വോയിസ് ക്യാരക്ടറൊക്കെ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ക്യാരക്ടറിലൂടെ മോൾഡ് ചെയ്യപ്പെടുകയാണ് പിന്നീട് ഈ പെൺകുട്ടിയുടെ ലൈഫിൽ സംഭവിക്കുന്നത്. ആ ക്യാരക്ടറിലൂടെ മോൾഡ് ചെയ്യാന്ന് പറയുമ്പോൾ അവർ നമ്മളെ ഇൻസ്പയർ ചെയ്യും, അവർ നമ്മളെ മോട്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ ചിലപ്പോൾ നമ്മളെ വേറെ ഏതെങ്കിലും രീതിയിലേക്ക് നമ്മുടെ ക്യാരക്ടറിനെ തന്നെ തിരിച്ചു വിടാം. അതാണ് ശരി, അതാണ് നീ, ഇത്രയും കഴിവുകൾ നിനക്കുണ്ട്, അല്ലെങ്കിൽ ഇത്രയും സൗന്ദര്യം നിനക്കുണ്ട് എന്നൊക്കെ പറഞ്ഞൊരു സ്ട്രേഞ്ചർ ലെവലിലുള്ള ഒരു മോട്ടിവേഷൻ നമുക്ക് ലഭിക്കും. പലപ്പോഴും ഇങ്ങനത്തെ കേസ് നമ്മളെ തെറ്റായ രീതിയിലേക്ക് എത്തിക്കുക. നമ്മുടെ ഒരു സെൽഫ് ഗ്രൂമിങ് നടക്കേണ്ട അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യാരക്ടർ മേക്കിംഗ് നടക്കേണ്ട ഈ ഒരു കാലഘട്ടത്തിൽ ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മുടെ ക്യാരക്ടറിൽ ഇത്രയും ഒരു മോൾഡിങ് നടത്തുമ്പോൾ അത് നമ്മളെന്ന വ്യക്തി ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഈ ഒരു സിനിമയിൽ ആ ഒരു ക്യാരക്ടർ എൻഡിങ് ഏറ്റവും ഭംഗിയായിട്ട് പോസിറ്റീവായിട്ട് തീർത്തിരിക്കുന്നു. പക്ഷെ മിക്കവാറും കേസിൽ അത് അങ്ങനെയല്ല സംഭവിക്കാറ്. ഒരു സ്ട്രേഞ്ചർ നമ്മുടെ ലൈഫിലേക്ക് കടന്നു വരും. അത് ഈ പറഞ്ഞതുപോലെ നമുക്ക് സംസാരിക്കാനോ ഫ്രണ്ട്ഷിപ്പിനോ ഇന്നത്തെ കാലഘട്ടത്തിൽ അതിനുള്ള സാഹചര്യം വളരെയധികം കൂടുതലാണ്. ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമ്മുടെ മുന്നിൽ അവൈലബിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടംപോലെ അതിനുള്ള സൗകര്യങ്ങളുണ്ട്. അപ്പോൾ ഇത്തരം ആൾക്കാർ നമ്മുടെ സ്വഭാവ രൂപീകരണത്തിലേക്ക് കൈകടത്തുമ്പോൾ മാത്രമാണ് നമുക്ക് ഇതൊക്കെ ഒരു പ്രശ്നമായിട്ടുള്ളൂ. അല്ലാതെ നമ്മൾ സോഷ്യലി ബിഹേവ് ചെയ്യുന്നതോ പെരുമാറുന്നതോ ഇടപെടുന്നതോ ഒന്നും ഒരു പ്രശ്നമല്ലെങ്കിൽ പോലും മറ്റുള്ളവരെ നമ്മളെ മോൾഡ് ചെയ്തെടുക്കപ്പെടുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ പിന്നീട് അത് എന്താ പറയുക നമ്മളെ നിയന്ത്രിക്കുന്ന രീതിയിലുള്ള ഒരു റിലേഷൻഷിപ്പ് ആവാതിരിക്കാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ആരുടെയും ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇതിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ വളരെ അബദ്ധത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അങ്ങനെയൊന്നും അല്ല കേട്ടോ പറയുന്നത്. ഇതൊക്കെ എല്ലാവരുടെയും ലൈഫിന്റെ പാർട്ടാണ്. നമ്മൾ ഗോ ത്രൂ ചെയ്യുന്ന സാഹചര്യങ്ങളും പ്രായവും എല്ലാം അനുസരിച്ച് നമ്മളെ ചുറ്റും വരുന്ന റിലേഷൻഷിപ്പുകളും അതിന്റെ കാര്യങ്ങളും
കാര്യങ്ങളും എല്ലാം മാറ്റപ്പെട്ടുകൊണ്ടേയിരിക്കും. പക്ഷെ ഞാൻ എൻ്റെ മക്കളോട് ഇന്ന് എൻ്റെ അറിവ് വെച്ച് പറഞ്ഞു കൊടുക്കുന്നത് പോലെ തന്നെ നമ്മളെ മറ്റൊരു കാര്യവും ഭൂമിയിൽ നമ്മളെക്കാൾ കൂടുതലായിട്ട് സ്വാധീനിക്കാതിരിക്കുക എന്നുള്ളതാണ് ജീവിതത്തിൽ നമ്മൾ എടുക്കേണ്ട ഏറ്റവും നല്ല ഡിസിഷൻ എന്നെനിക്ക് തോന്നുന്നു. അത് നമ്മളെ തീരുമാനങ്ങളാണെങ്കിലും ശരി, നമ്മുടെ ഇഷ്ടങ്ങളാണെങ്കിലും ശരി, നമ്മൾ ചെന്ന് പെടുന്ന കാര്യങ്ങളാണെങ്കിലും ശരി, എന്ത് കാര്യങ്ങളാണെങ്കിലും ആ ഒരു പെർട്ടിക്കുലർ വ്യക്തി അല്ലെങ്കിൽ വസ്തു അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു സ്വാധീനം അല്ലെങ്കിൽ ഒരു കാര്യം നമ്മളെ ഒരു പരിധിയിലധികം സ്വാധീനിക്കാതിരിക്കാൻ മാത്രം നമ്മളൊന്ന് ശ്രദ്ധിക്കുക. നമ്മളിൽ ഏറ്റവും കൂടുതൽ കൺട്രോൾ ഉണ്ടാവേണ്ടത് നമുക്ക് മാത്രമാണ്. അത്ര മാത്രമേ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളൂ. അല്ലാതെ ഭയപ്പെടേണ്ട ആവശ്യമേ ഇല്ല. അപ്പോൾ താങ്ക് യു.